പാർലമെന്ററി ലൈഫിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ പല അടിയന്തര പ്രമേയം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന സമയത്ത് ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട് സഭയിൽ പോയ സമയത്ത്. അപ്പൊ ആ ഒരു ഇടവ് നികത്താൻ ഷാഫിനെ കൊണ്ടാവും എന്നൊരു പ്രതീക്ഷ. ഒന്ന്, ശ്രീ ഷാഫി പറമ്പിൽ ഒരു മികച്ച ഒറേറ്റർ കൂടിയാണ്. നന്നായി കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്ന, വളരെ ആ ഇമോഷണൽ കോണ്ടന്റിനെ അതേ ഗ്രാവിറ്റിയോട് കൂടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം സംസാരങ്ങളിലൊന്നും ഞങ്ങൾ ഒരേ ശൈലിയുടെ ആളുകളല്ല. അപ്പം വളരെ വ്യത്യസ്തമായ ശൈലിയാണെങ്കിൽ പോലും ഒരു ഒരു പ്രതിപക്ഷ MLA-യുടെ ഒരു ധർമ്മമുണ്ടല്ലോ ആ വിഷയങ്ങൾക്കകത്ത്. അപ്പം സർക്കാരിനെ തിരുത്തേണ്ടുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു പ്രതിപക്ഷ MLA-യുടെ ധർമ്മത്തെ, ഇപ്പം ഇത്രയും കാലം ഒരു പ്രതിപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്, തിരുത്തലുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് സഭയ്ക്കകത്തും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പിന്നെ സഭയിലുള്ള ഒരു 99% ആളുകളും ഇതുപോലെ തെരുവ് സമരങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും എല്ലാം ഒരു 99%, ഞാൻ 1% ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വരട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ വന്നവരാണ്. അപ്പം അതുകൊണ്ട് തെരുവിലെ സമരങ്ങൾ ഒരു കോൺഫിഡൻസ് ആണല്ലോ ഏതൊരു പൊതുപ്രവർത്തകന്റെ. അങ്ങനെയല്ല, ഞാൻ എൻ്റെ നിലപാട് ആ വിഷയത്തിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞു. നമ്മളൊരു എന്താ പറയുക, ഈ ഓപ്പറേഷൻ കമല മോഡൽ ഐറ്റംസിനൊന്നും നമ്മളില്ല. അങ്ങനെ ജനാധിപത്യത്തെ നമ്മൾ ആളുകൾക്ക് സമ്മർദ്ദവും പ്രതിഫലവും കൊടുത്തിട്ട് പിന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാകാനില്ല. പക്ഷേ ആ വിഷയങ്ങൾക്കകത്ത് ഇപ്പോൾ താങ്കളുടെ സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ RSSന്റെ സർസംഘചാലക പോലും നിലപാട് തിരുത്തിയാൽ ആദ്യം സംസാരിക്കാൻ പോകേണ്ടത് കോൺഗ്രസ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പം RSS സർസംഘചാലകന്റെ വിഷയത്തിൽ പോലും ആ നിലപാടാണെങ്കിൽ കൗൺസിലർമാരുടെ വിഷയത്തിൽ അതേ നിലപാട് തന്നെ ആയിരിക്കുമല്ലോ. ഇല്ല, അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അപ്പുറത്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ, വലിയ കലാപങ്ങളും കലഹങ്ങളും നടക്കുകയല്ലേ. ഒരുപാട് മനുഷ്യന്മാർ ഇപ്പോൾ അവരുടെ നയങ്ങൾ ശരിയല്ല എന്ന തിരിച്ചറിവുണ്ടാകുന്ന കാലമാണ്. ആ തിരിച്ചറിവുമായിട്ട് ബന്ധപ്പെട്ട് ആര് വന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യും. ഇതൊരു മാറ്റമായിരിക്കും. BJP കോൺഗ്രസിലേക്ക് ഉള്ളൂ. സാധാരണ കോൺഗ്രസുകാരാണല്ലോ 80% BJP ആയിട്ട് മാറുന്നത്. അങ്ങനെയല്ല, ഇപ്പൊ കോൺഗ്രസ് രാജ്യത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ രൂപമാണ്. ഇപ്പം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയത് മാത്രമല്ല, ഇപ്പം കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു വലിയ പ്രത്യയശാസ്ത്രമാണല്ലോ. അതിൽ നിന്ന് ഇപ്പൊ എത്രയോ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് പോയി എത്രയോ ബംഗാളില് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായി കോൺഗ്രസ് ആണ് അല്ലേ. ഇപ്പം മഹാരാഷ്ട്രയിൽ നാഷണൽ NCP, നാഷണൽ കോൺഗ്രസ് പാർട്ടി, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് പാർട്ടികൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് കാരണം രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര എന്ന നിലയിൽ പിന്നീടുണ്ടാകുന്ന രൂപാന്തരങ്ങളിൽ കൂടുതൽ നഷ്ടം ഉണ്ടാവുക കോൺഗ്രസിനാണ്. പക്ഷേ പാലക്കാട് സാഹചര്യം വ്യത്യസ്തമായിരിക്കും. കോൺഗ്രസിലേക്കുള്ള പല മേഖലയിലെ ഒഴുക്കുകൾക്കായിരിക്കും സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് ലീഡർഷിപ്പിനെ വിട്ടേക്കും. നിങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് പാറ്റേൺ നോക്കൂ. മറ്റ് പല പാർട്ടികളുടെയും ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇത്തവണ മാറ്റി ചിന്തിച്ചിട്ടില്ലേ? അതൊരു റിഫ്ലക്ഷനാണ്, അതൊരു ഇൻഡിക്കേറ്ററാണ്. ആളുകൾ ഒരു പൊളിറ്റിക്കൽ മൂഡ് സ്വിങ്ങിന് തയ്യാറാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണത്. ആ ഉദാഹരണം സ്വാഭാവികമായിട്ട് അതിന്റെ നെക്സ്റ്റ് ലെയർ ലീഡർഷിപ്പിലേക്ക് ഉണ്ടാകും, അതിന് മുകളിലേക്ക് ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് BJPയിൽ മാത്രമായിട്ട് നിങ്ങൾ പരിമിതപ്പെടുത്തണ്ട.